വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. നമ്മുടെ ഒക്കെ വീട്ടിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് എപ്പോഴുള്ള സംശയമാണ് എന്താണ് രാവിലെ ഉണ്ടാക്കി കൊടുക്കുക, സ്കൂളിലേക്ക് ടിഫിനിൽ എന്താ വയ്ക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെയൊക്കെയുള്ള ചിന്ത മാറ്റി വെച്ചോളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഈസി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്, ഒരുപാട് ചേരുവകളൊന്നുമില്ല. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 2 തണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 വലിയ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ കയ്യിലില്ലാത്തവർക്ക് സാധാ ഉള്ളി ഉപയോഗിക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികൾക്ക് പൊതുവെ ഉള്ളിയുടെ ആ ഒരു കടിക്കുന്നൊന്നും ഇഷ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്പ്രിംഗ് ഓണിയനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ടൊഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഉപ്പ് ഉള്ള എരിവുള്ള ഒരു ഡിഷാണ്, പക്ഷെ ഒരുപാട് എരിവൊന്നുമില്ല. എരിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ എരിവിനായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടിട്ടുള്ളത്, അതായത് ചതച്ച വറ്റൽമുളക്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട്. നമ്മുടെ ടോസ്റ്റ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പാല് ചേർക്കുന്നത്. ഇതിലേക്കുള്ള വേറെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, വേറെ ഒന്നുമല്ല, മൊസറല്ല ചീസാണ്. ചീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചീസ് നമ്മൾ ഈ ഒരു എഗ് മിക്സ്ചറിൽ തന്നെയാണ് ചേർക്കുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. അതിനുശേഷം ഈ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് അടിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് സ്പൂൺ കൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ക്യാപ്സിക്കം ആയിട്ടോ അതല്ല ക്യാരറ്റ് ആയിട്ടൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കൂട്ടുണ്ടാവുക. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിലാണ് നമ്മൾ ഈ ഒരു ടോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ബട്ടർ ഇല്ലാത്തവർക്ക് പകരം ഓയിലോ ഗീയോ ഒക്കെ യൂസ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ ഫ്ലെയിം ചെറുതാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ്ചറിൽ 2 സൈഡും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പം വൈറ്റ് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് പാനിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ്ചറിന് ആ ഒരു ചീസിൻ്റെയും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെയും മിക്സ്ചർ കോരിയിട്ട് ബ്രെഡിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ബ്രെഡിൽ ഇത് സോക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ ഒരു ചീസൊന്നും ബ്രെഡിൻ്റെ മേലെ പറ്റി കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോരിയിട്ട് വെക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ഫ്ലിപ്പ് ചെയ്യുക. മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ചീസും സ്പ്രിംഗ് ഓണിയനും കോരിയിട്ട് വെച്ച് കൊടുക്കുക. വളരെ ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, 2-3 മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ ഇത് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. വലിയ പാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് 2-3 ചെയ്യാവുന്നതാണ്. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വേവിച്ചിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കാനായിട്ടോ ഒക്കെ പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റ് പോലെയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.